നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പാവ് ഭാജി ഉണ്ടാക്കാം. വരൂ വീഡിയോയിലേക്ക്. പാവ് ഭാജിക്ക് വേണ്ട പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, ക്യാപ്സിക്കം, ഗ്രീൻ പീസ്, കുറച്ച് ബീൻസ്, അതിനുശേഷം ഉരുളക്കിഴങ്ങ്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് പേസ്റ്റായിട്ട് അരച്ചത്, ഒരു മുറി നാരങ്ങ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പിൽ വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മളൊരു ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കണം. അതിലേക്ക് ബട്ടർ പെട്ടെന്ന് ഉരുകിയിട്ടില്ല. ഇപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ അത് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള അരിഞ്ഞതിലേക്ക് ചേർക്കാം. സവാള ഇളക്കി കൊടുക്കാം നമുക്ക് അതിനൊപ്പം തന്നെ. ഇനി നമുക്ക് ഓരോ പച്ചക്കറികളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. കാരണം അതിനോടൊപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറണം. അതിനുവേണ്ടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഓരോരോ പച്ചക്കറികൾ ഇടാം. ബീട്രൂട്ട്, ക്യാരറ്റ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, ബീൻസ് കുറച്ചുണ്ട് അതിടാം, ഗ്രീൻ പീസ്, തക്കാളി, അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ്. ചെറുതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ പച്ചക്കറി എല്ലാം ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല, ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നിട്ട് ഈ പച്ചക്കറി എല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കണം. ബട്ടറും എണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഇതിനോട്. ബീട്രൂട്ട് ഒരു ചെറിയ കഷ്ണം ഇടുന്നതെന്ന് വെച്ചാൽ അത് നല്ലതാണ്. ബീട്രൂട്ട് ഇട്ട് നല്ല കളർ വരും. അതിന് വേണ്ടി അത് ചെറിയ കഷ്ണം ബീട്രൂട്ട് ചേർക്കണം കേട്ടോ. നമുക്കിനി അതിലേക്ക് ഉപ്പിടും. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ ഉപ്പേ ഇടുന്നുള്ളൂ. ഉപ്പ് കുറവാണെങ്കിൽ തോന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപ്പ് ചേർക്കാം. നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് എണ്ണയിൽ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം ഒഴിച്ചത് വേവിക്കണം ഈ പച്ചക്കറികളൊക്കെ.
അതുകൊണ്ട് അതിന് വല്ലാണ്ട് എണ്ണയിൽ മുരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 സ്പൂൺ പാവ് മസാലയുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, 2 സ്പൂൺ മുളക് പൊടിയുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്. പിന്നെ ജീരകം ഞാൻ ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ജീരകത്തിൻ്റെ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതും ഈ പൊടികളും അതിനോടൊപ്പം ഇളക്കി നല്ലപോലെ ചേർക്കണം. അല്ലെങ്കിൽ പൊടികളുടെ ഒരു പച്ച രുചിയായിരിക്കും വരുന്നത്. പൊടികൾ നല്ലപോലെ അതിനോടൊപ്പം പച്ചക്കറികളോടൊപ്പം ഇളക്കി ചേർക്കുക. കണ്ടോ, ഇതേപോലെ നല്ലതുപോലെ മസാല. ഇനി പച്ചക്കറികളിലൊക്കെ നമ്മൾ എല്ലാ പൊടികളും ഒക്കെ ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അതിൻ്റെ കുഴി ഞാൻ കളഞ്ഞതാണ്. ഇത് പ്രത്യേക ടേസ്റ്റുമാണ് ഈ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് ആ കറിക്ക് കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്ത് ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. വെള്ളം നോക്കുക എത്രയാണ് വേണ്ടത്. പച്ചക്കറിക്ക് നമ്മൾ കഴിഞ്ഞ പച്ചക്കറികൾക്ക് മുകളിലായിട്ട് നിൽക്കണം വെള്ളം. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം ഈ വെള്ളത്തിൽ നല്ലതായിട്ട് ഡീപ്പായിട്ട് ഇരിപ്പുണ്ട്, മുങ്ങിയിരിപ്പുണ്ട്. ഇത് നമുക്ക് ഒരു 4 വിസിൽ കേട്ടാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് ഈ പച്ചക്കറിയെല്ലാം നല്ല വെന്ത് നമ്മുടെ പാവ് ഭാജിക്ക് വേണ്ട നല്ല ഭാജിയായിട്ട് വരും. ഒരുപാട് ഫ്ലെയിം കൂട്ടണ്ട, ഒരു മീഡിയത്തിൽ വെച്ചിട്ടുണ്ടാവും. ഒരു 4 വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേന് ഭാജി റെഡി ആയിട്ടുണ്ടാവും. കുറച്ച് പച്ച എന്താ പറയുന്നത് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം അത് കറികളുടെ മുകളിലിടാനായിട്ട് കേട്ടോ. 4 വിസിൽ കേട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് കുക്കർ. നമുക്കത് തുറന്നു നോക്കാം. വിസിൽ ആവിയൊക്കെ പോയിട്ടുണ്ട്, തുറന്നു നോക്കാം. വേണ്ട പാകത്തിന് എൻ്റെ ഭാജി വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് സ്മാഷ് ചെയ്യണം. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ട് വേണം ഉപയോഗിക്കാം. നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്യണം. ഒട്ടും അതിൻ്റെ പച്ചക്കറികളും എല്ലാ പച്ചക്കറിയും ഒന്നുകൂടെ ചേർന്ന് അലിഞ്ഞിരിക്കണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉള്ളു. അതിന് വേണ്ടിയിട്ട് ഇളക്കാനായിട്ട് ഇത് ഓക്കെ. തെറ്റത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാണല്ലോ എല്ലാം നല്ല ഒരേ രീതിയിൽ ഇത് നമുക്ക് സ്മാഷ് ചെയ്ത് കിട്ടും. ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളി ഇട്ട പച്ചക്കറികളെല്ലാം നമുക്ക് ബീറ്റ്റൂട്ട് ക്യാരറ്റ് എല്ലാം നല്ല സ്മാഷായിട്ട് നമുക്കിതിനെ ഉടച്ചെടുക്കാൻ പറ്റും. പാകത്തിന് വെള്ളമായിരുന്നു നമ്മൾ ഉപയോഗിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്രയും ചാരേ ഉള്ളൂ. ഒരുപാട് അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ വെള്ളം പറ്റിക്കേണ്ടി വരുമല്ലോ. കേട്ടോ, അപ്പം എൻ്റെ ഭാജിയെല്ലാം നല്ല സ്മാഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പാവ് ചൂടാക്കാം. ഇനി നമുക്ക് പാവ് ചൂടാക്കാം. അതിന് വേണ്ടിയിട്ട് തവ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ആദ്യം ബട്ടർ നമുക്ക് തേച്ച് കൊടുക്കാം. ബട്ടർ ഇനി നമുക്ക് ഉപയോഗിക്കണം കേട്ടോ. എന്നിട്ട് ഓരോ പാവും നമുക്കിത് ചെറുതായിട്ട് ചൂടാക്കാം. കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിൽ നമുക്ക് ഇടാം. പിന്നെ ഫ്ലെയിം ഒരുപാട് കൂട്ടണ്ട കേട്ടോ. പിന്നെ വരുന്നു ഒരുപാട് കരിഞ്ഞു. നമുക്ക് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി പാവ്. ബട്ടർ ഇട്ട് ചൂടാകുമ്പോൾ ഒരു നല്ല ടേസ്റ്റ്, അതുകൊണ്ടാണ്. ചൂടാക്കാതെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്.
കണ്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ആ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് ആകുമ്പോൾ നല്ലതാണ്. ഈ സൈഡിൽ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് എടുക്കാം. ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ബട്ടർ കണ്ടോ, ചൂടാക്കുമ്പോഴെടുത്തു. ഇങ്ങനെ നമുക്ക് ബട്ടർ ഉപയോഗിച്ച് പാവ് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇന്ന് ഞാനുണ്ടാക്കിയ പാവ് ഭാജി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണാം ഒരു നല്ല വീഡിയോയിലൂടെ. താങ്ക് യു.